ഹായ് അസ്സലാമു അലൈക്കും മുത്തമ്മണികളെ, എന്തൊക്കെ വിശേഷം? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖാണ്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഒരു അബദ്ധം പറ്റി കേട്ടോ. അബദ്ധം എന്ന് പറഞ്ഞാല് ഞാനിങ്ങനെ റീൽസ് എടുക്കായിരുന്നു കേട്ടോ. അപ്പൊ എന്താ അടിക്കണു, അറബി ഇവിടെ ഉണ്ടായില്ല, അറബി ദുബായിലായിരുന്നു. അറബി വന്നിക്കണു, പക്ഷെ ഞാൻ ആളെ കണ്ടിട്ടില്ല. ഞാൻ ഭയങ്കര റീൽസ് എടുക്കലാണ്. അതിൽ അറബി എന്താ അടിക്കണു, അതിന്റെ ഭാര്യനെ വിളിച്ചു കൊടുക്കണു. ഭാര്യനെ വിളിച്ചു കൊടുന്നിട്ട് പിന്നെ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കണില്ല കേട്ടോ. കാരണം ഞാൻ ഡോർ ഇങ്ങനെ കുറച്ച് ചാരിയിട്ട് ഞാൻ അവിടുത്തെ ലൈറ്റുകളൊന്നും ഇട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒന്നാമത് ഞാൻ ആ ഭാഗത്തേക്ക് വെക്കുന്നു. ഞാൻ ഈ ഫോണുമ്മ ഇതിമ്മ കെട്ടിമറിയല്ലേ. അപ്പൊ പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കൊന്നും ചെയ്തില്ല കേട്ടോ. അതിലെന്താ അറബിച്ച് വന്നിട്ട് ഞാൻ ഈ ചിജനൊക്കെ വീഡിയോ എടുത്തിട്ട് ഇവര് രണ്ടാളും പിന്നെ ആ ഈ അറബിച്ചിനെ വിളിച്ചു കൊടുക്കണു. എന്നിട്ട് ഫോട്ടോ ഇന്റെ വീഡിയോ എടുത്തുക്കണു. ഞാൻ അങ്ങനെ ചെയ്യണത്, ഞാൻ അങ്ങനെ റീൽസ് എടുക്കണു, ഞാൻ അങ്ങനെ പാട്ട് പാടണത്, അതൊക്കെ ഇങ്ങനെ എടുക്കുക കേട്ടോ. അതിൽ ലാസ്റ്റ് എനിക്കൊരു സൗണ്ട് എന്തോ ഒരു ആൾപെരുമാറ്റം കണ്ടപ്പോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ എന്താ ഇവര് രണ്ടാളും ഭയങ്കര വീഡിയോസ് എടുക്കണം. ഞാൻ കണ്ടോടുകൂടി ഫോണാണ് മാറ്റി വെച്ചിട്ടോ. അവിടെ ഫോൺ അങ്ങോട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നു. ഞാൻ തിരിഞ്ഞോടുകൂടി ഫോണാണ് ഒഴിവാക്കി. അപ്പൊ ഞാൻ ചിരിച്ചു, രണ്ടാളൊന്നും ചിരിച്ചുണ്ട്. അപ്പൊ ഞാനിതുപോലെ ചിരിച്ചിട്ട് എന്താന്ന് ചോദിച്ചു, വാട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ മാഫി റൈഹാന മാഫി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓല് രണ്ടാളും കൂടി പോയി. പോയിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോണ്ട് ഇന്റെ പിന്നെ ഫോണൊക്കെ ഉണ്ട് ഈ വീഡിയോ ഒക്കെ വിട്ട് നിൽക്കണം. പക്ഷേ ആകെ ചമ്മി, ആകെ വഷളത്തരായില്ലപ്പോ അത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഓരോരോ കഥകള്. അപ്പൊ എന്നിട്ട് ഓലിപ്പോ എല്ലാരോടും ചിരിക്ക പറഞ്ഞാല് ഓർക്കൊരു സന്തോഷം. നമ്മളിപ്പോ ഓലെ മുന്നിൽ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഗൗരവല്ല, നമുക്ക് ഭയങ്കര ഒരു വിഷമം അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കല്. പക്ഷെ ഇങ്ങനത്തെ ഒരു ഞാനുള്ളവർക്ക് അറിയില്ലല്ലോ. നമ്മള് ചിരിച്ചണു, പാട്ട് പാടുന്നു, പാട്ടിനൊപ്പം ഇങ്ങനെ തലയും കൊണ്ട് കൂലിക്കണു, അതൊന്നും ഓൽക്കറിയില്ലല്ലോ. ഓല് ഇതുവരെ നമ്മള് റീൽസ് എടുത്തതൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്തായാലും രാവിലെ തന്നെ അങ്ങനെ ഒരു അക്കിളി പറ്റിന്നാ പറയണത് ഇപ്പൊ. പിന്നൊരു പറയാനുള്ളത്, ഇവിടെ മൈരിബിക്കൊരു അറബി വരും കേട്ടോ. അറബിയുടെ കുറച്ച് പ്രായമുള്ള ആളാട്ടോ. അയാള് പിന്നെ ഫസ്റ്റ് ഒക്കെ വരുമ്പോ എനിക്ക് ഇങ്ങനെ അറിഞ്ഞു കേട്ടോ. അയാള് വരുമ്പോ ജാസ്മിൻ വിളിച്ച അവരൊരു അറബി കളി ഉണ്ട്, അങ്ങനെ അവിടെ നിന്ന് കളിച്ചിട്ടോ. ഞാന് നോക്കി ജസ്റ്റ് ഒന്ന് ചിരിച്ചു, അത്ര തന്നെ ഉള്ളു. പിന്നെ നമ്മള് മൂത്തുക്ക് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ കളിച്ചിട്ടോ. കുറച്ച് പ്രായമായതാട്ടോ. അപ്പൊ ആള് ഭയങ്കര നല്ല സ്വഭാവട്ടോ. അപ്പൊ ഓരോരിങ്ങനെ ഓരോ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഞാൻ വിചാരിച്ചു. ഈ ജാസ്മിൻ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ അത് വല്ല എന്തേലും, അതൊന്നും എനിക്കറിയില്ല. അയാളെ വിചാരം എന്റെ പേര് ജാസ്മിൻ എന്നാട്ടോ. ഒരു ദിവസം ഇവിടുത്തെ മോൻ പറഞ്ഞു ഇതുപോലെ ഓലക്കടി ഇരിക്കുമ്പോ ഇയാള് ജാസ്മിൻ വിളിച്ച് ഇങ്ങനെ കളിക്കണ്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട്. അപ്പൊ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ജാസ്മിൻ അല്ല റൈഹാനയാണ്. ഇപ്പൊ എന്തായാലും ആ റൈഹാന എന്ന് വിളിച്ചിട്ടൊരു കളിയാട്ടോ. അതൊക്കെ കാണാനല്ലേ ഭയങ്കര രസമാണ്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് എപ്പോഴെങ്കിലും ഞാന് പിന്നെ അതിന്റെ മുന്നിൽ പോയിടുള്ളൂ കേട്ടോ. മറ്റേതോലെ ഗ്രില്ലുമ്മ ഇങ്ങനെ ജനൽമ ഇങ്ങനെ തട്ടിയിട്ടാണ് ഉള്ളിൽ കയറുള്ളൂ. ഫസ്റ്റ് ഓല് വരുന്നത് ഇങ്ങനെ അറിയിക്കും നമ്മളെ. അങ്ങനെ ആ തട്ടിനോട് കൂടി ഞാൻ ഹാളിലിരിക്കണം, നീച്ച് മണ്ട റൂമിക്ക് അല്ലെങ്കിൽ അടുക്കളയിൽ ഓടും. അതാണ്. പക്ഷെ നമ്മളതവേ അറിയാതെ നീക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഇയാൾ വന്നിട്ട് ഇങ്ങനെ കളിച്ചു പോയി. എല്ലാവരും കൂടി നിന്ന് ചിരിച്ചും. അങ്ങനെയൊക്കെ ഒരു വ്യക്തിയാണ്. നല്ല രസമാണ് കേട്ടോ. രസം എന്ന് പറഞ്ഞ പാവങ്ങളാട്ടോ. ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ഉള്ളില് വേറൊരു ഗൗരവം അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത അല്ല. അങ്ങനത്തെവർക്ക് തന്നെ ഇങ്ങനെയൊക്കെ പിന്നെ സംസാരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറാനൊക്കെ കഴിയുള്ളൂ കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. പക്ഷെ നമ്മളെ മനസ്സ് ഹാപ്പി അല്ല എന്നുള്ളൂ. നിക്കണോടൊക്കെ അടിപൊളിയാണ്, ഉഷാറാണ്. എന്തായാലും അങ്ങനത്തെ ഓരോരോ ചെറിയ പരിപാടികൾ ഇവിടെ അങ്ങനെ നടക്കണുണ്ട് എന്ന് പറയാം. എന്തായാലും ഇൻഷാ അള്ളാ ഞാൻ പോണ വരെ ഇങ്ങനെയൊക്കെ പോട്ടെ.
തമ്മിൽ ഒരു പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഇങ്ങോട്ട് പോട്ടെ. എല്ലാവരും 3 ആമക്കളായിക്കോട്ടെ, മരുമക്കളായിക്കോട്ടെ, മാമയായിക്കോട്ടെ, എല്ലാവരും അടിപൊളി. എല്ലാവർക്കും ഒരേ മനസ്സാട്ടോ. അങ്ങനെ ഇനിയിപ്പോ ചിലയിടത്തുണ്ട് വന്ന് കയറിയ മരുമക്കൾക്ക് ഐറ്റംക്കും ഇല്ല കേട്ടോ. എല്ലാവരും ഒരുപോലത്തെ മനസ്സുള്ളവര്. ഒരു ദേഷ്യം, ഒരു ഒരു ഗൗരവം അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പറയോ ഒന്നും ചെയ്യൂല കേട്ടോ. അൽഹംദുലില്ലാ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ പിന്നെ കാര്യങ്ങള്. അതിനോട് ചിലവർ പറയാറുണ്ട് അവിടുത്തെ ഇങ്ങനെ ഇടുകൊണ്ട് വീഡിയോ ആക്കി ഇടുകൊണ്ടു ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ട് എന്നൊക്കെ. ചിലവർക്കൊക്കെ കേൾക്കാൻ താല്പര്യം ഉണ്ടാവും, ചിലവർക്ക് ഒരു എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവര് വീഡിയോ കാണണ്ട, അല്ലാത്തവര് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പൊ ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഉള്ളു. അസ്സലാമലൈക്കും, ബൈ ബൈ, ടാറ്റാ.